ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സോ അപ്പം നമ്മൾ ഇന്നൊരു ഷോപ്പിങ്ങിന് വരാമെന്ന് വെച്ചു. കാസർഗോഡ് ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ കയറുന്ന സ്ഥലത്ത് ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം കലാകേന്ദ്രമൊക്കെ പോയി അവിടുന്ന് എൻ്റെ മാമി വന്നിട്ടുണ്ടായിരുന്നു കോട്ടയത്ത് നിന്ന്. അപ്പോൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു. നമ്മൾ പോകാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നാളെ ഒരു കസിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ട്, അതിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കും എൻഗേജ്മെൻ്റ് അല്ലേ ഇതിനാണ് വാങ്ങുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഞാൻ എവിടെ പരിപാടി ഉണ്ടായിരുന്നു വാങ്ങുന്ന ഫുൾ പാൻറ്റും കുപ്പായം, അതിനോട് ഫുൾ പാവടം കുപ്പായം ഇങ്ങനത്തെ പാർട്ടി വെയറൊന്നും എൻ്റെ ഇല്ലേ ഇല്ല. സോ അതിനോണ്ട് വാങ്ങാമെന്നാണ്. എനിക്ക് മാത്രമല്ല, ഉമ്മാക്കും ഉണ്ടായിട്ടാ എൻ്റെ മാമിക്കും ഉണ്ടായിട്ടാ. അപ്പോൾ എല്ലാവർക്കും കൂടി വാങ്ങാമെന്ന് വിചാരിച്ചു. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു കുപ്പായവും ഒരു പാൻറ്റും. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫുള്ള് പാൻറ്റും കുപ്പായമാണ്. പിന്നെ അവരുടെ ഷോപ്പിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കലാകേന്ദ്രത്തിൽ കയറിയുണ്ട്. അവിടെ ബോറടിച്ചിട്ട് ഫുള്ള് വീഡിയോക്ക് ഞാൻ വേറെ വീഡിയോസൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. എടുത്ത കളക്ഷൻസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതൊക്കെ തള്ളവി വേണ്ട. പിന്നെ കണ്ണാടി കണ്ടാൽ ഞാൻ അപ്പം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് വീണു. പിന്നെ ഏഴ് ഡ്രസ്സൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പൊന്നാട്ടിൻ്റെ 2-3 ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അവർ എടുക്കാൻ തീരുമാനിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതവിടെ നിസ്കാര റൂം, പിന്നെ ചേഞ്ചിങ് റൂമെല്ലാം പറഞ്ഞിട്ട് ഒരു റൂമുണ്ടായിരുന്നു, അവിടെ ഉണ്ടായിരുന്നതാണ് ഇത്. അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് റിക്ഷയിൽ കയറിയിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോകണം, പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അപ്പം ഇവിടെ പുതിയ മാളൊക്കെ തുടങ്ങുന്നത് കേട്ടിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നത്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് നമ്മളെ മൈജി ഉള്ളത്, മൈജി ഫ്യൂച്ചർ. സോ ഇതാണ് നമ്മളെ കാസർഗോഡ് ടൗൺ ഇപ്പോൾ ഉള്ളത്. ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. പിന്നെ മീത്ത ഹൈ റോഡ് ആയതുകൊണ്ടില്ലേ, എല്ലാവരും അതിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ ഈ പഴയ ബസ് സ്റ്റാൻഡായിട്ട് നിറച്ചും തിരക്കാണ്. ഞാനാണെങ്കിലോ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നിന്നത്. കാരണം ഞാൻ ബോറടിച്ചിട്ട് അങ്ങേ അറ്റത്തെത്തിയിട്ടുണ്ട്. എന്നാലും റിക്ഷയിൽ പോകുന്നത് എൻ്റെ ഫേവറേറ്റാണ്. പിന്നെ സൺസെറ്റൊക്കെ ആവാറുണ്ട്. ഇപ്പോൾ സണ്ണൊക്കെ സെറ്റായിട്ട് ഇപ്പോൾ വേറെന്തോ ആയിട്ടുണ്ട്, ഇറട്ടൊക്കെ മൂടിയിട്ട്. അങ്ങനെ ഉമ്മാക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കിനാവ് എന്ന് പറയുന്ന ഒരു വീടൊക്കെ പോയി. അവിടെ നിങ്ങളെന്തായാലും വരണം. കാരണം എന്താ വെച്ചാൽ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് വരെയാണ് ഒരു ബില്ല് കൗണ്ടർ എടുക്കുക. അപ്പോൾ 1000 ഉറുപ്പ്യൻ്റെ സാധനം എടുത്താൽ 500 ഉറുപ്പ്യ കിട്ടും, 500 ഉറുപ്പ്യൻ്റെ സാധനം എടുത്താൽ 250 ഉറുപ്പ്യ കിട്ടും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാ ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും സെലക്ട് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇങ്ങനെ നടന്നിട്ടൊരു വീട്ടിലേക്ക് എത്തി. അതെല്ലാം കഴിഞ്ഞ് രാത്രിയാണ് കേട്ടോ ഇത്. രാത്രിയായിട്ട് എനിക്ക് തപ്പാൻ വന്നതാണ്. എനിക്ക് തപ്പിയിട്ട് ഒരു 10-15 വീട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അവർക്ക് 2 പേർക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ സങ്കടത്തിലാണ് ഞാൻ. പിന്നെ എങ്ങനെയൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അതെന്താ സെക്കൻഡ് പാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തപ്പിയോ ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു വൈറ്റ് ഡ്രസ്സ് ഉണ്ട്, അതാണ് എനിക്ക് വേണമെന്ന് എല്ലാവരും വേണമെന്ന് പറഞ്ഞത്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.